തൃശൂരിലേക്കാണ്. തൃശൂർ ചേലക്കരയിൽ ബൈക്ക് യാത്രികന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ബൈക്ക് യാത്രികൻ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ഏറെക്കാലമായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ആദ്യം ചില പ്രതികരണങ്ങളിൽ. നമ്മൾ പരാതി കൊടുത്തിട്ട് കുറെ നാളായി. ഒരു മാസം മുന്നേ, ഒരു മാസമല്ല 4 മാസം മുന്നേ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ട് നമ്മൾ ഈ ചത്തിട്ട് ഈ ശവം പിടിച്ചിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അല്ല, അവര് വന്നിട്ട് പടക്കം പൊട്ടിക്കരുത്, തീ കത്തിക്കരുത്. എന്തത് ഞങ്ങൾ ആ മുക്കിലകാട് റോഡിലാണ് താമസിക്കുന്നത്. മാർച്ചിൽ മുതൽ എന്നോട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാ. സൂരജ് സജി തൃശ്ശൂരിൽ ചെയ്യുന്ന സുരജ നാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ആ വാക്കുകൾ പ്രകടമാകുന്നത്. എന്താണ് വിവരങ്ങൾ? സുഹൈൽ, അല്പം മുമ്പാണ് ചേലക്കര ആറ്റൂരിൽ ബൈക്ക് യാത്രികന് നേരെ വാഴക്കൊമ്പൻ എന്ന ഒറ്റയാൻ പാഞ്ഞെടുക്കുന്നത്. ഈ ബൈക്ക് യാത്രികൻ ആറ്റൂരിൽ വെച്ച് ഈ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ ഈ ബൈക്കിനടുത്തേക്ക് പാഞ്ഞെത്തിയ കാട്ടാന സമീപത്തെ വീടിന്റെ മതിലും തകർത്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ഈ ആറ്റൂർ ഉൾപ്പെടുന്ന ഈ സംസ്ഥാന പാതയിൽ, അതായത് ചേലക്കര എന്ന് പറയുന്ന തീർത്തും ജനവാസ മേഖലയാണ്, ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുകയാണ്. പലപ്പോഴും ഈ പരാതിയായി അധികൃതരുടെ മുന്നിലേക്ക് നാട്ടുകാർ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ഈ ആനയെ കാട് കയറ്റുന്നതിന് ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആന ഇറങ്ങുന്ന സമയത്ത് പടക്കം പൊട്ടിച്ച ആനയെ കുറച്ചു ദൂരത്തേക്ക് കയറ്റിവിടും എന്നതിനപ്പുറത്തേക്ക് ഈ ആന നിരന്തരം ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് അനീഷ് എന്ന് പറയുന്ന പ്രദേശവാസിയായ യുവാവിന് നേരെയാണ് ഇപ്പോൾ ഈ കാട്ടാന പാഞ്ഞെടുത്തത്. ഇതോടുകൂടിയാണ് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോയിരിക്കുന്നത്. വാഴക്കോട് പ്ലാഴി റോഡാണ് ഇപ്പോൾ സംസ്ഥാന പാതയാണ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം അത് നാട്ടുകാർ ഉയർത്തുന്നുമുണ്ട്. സുഹേൽ, ശരി, കാട്ടാന അവരുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നു, അതിന്റെ പ്രതിഷേധം കൂടിയാണ് നാട്ടുകാർ അറിയിക്കുന്നത്. എന്നൊരു യുവാവ് രക്ഷപ്പെട്ട് തലനാരിയേക്കാണ്. സുരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.